നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജീവിൻ്റെ അടുക്കലും രാഖിയുടെ അടുക്കലും ലളിതാവും പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ ഒന്നിച്ച് കാണാനായിട്ട് കഴിഞ്ഞല്ലോ, നിങ്ങളെ പിരിക്കാനായിട്ട് ഞാനും ഒരു കാരണക്കാരിയായിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയാണ് എനിക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എൻ്റെ മക്കളിൽ നിന്ന് കിട്ടാത്തൊരു സ്നേഹമാണ് രാജീവ നിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടതെന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാജേന്ദ്രന് കൂടുതൽ കലി അങ്ങ് ഇളവ് കേട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രൻ ചാടി കയറി വന്നിട്ട് പറയുന്നുണ്ട്, തെള്ളെ ചുമ്മാ അനാവശ്യമായിട്ട് കണ്ടവർ വന്ന് ഓരോന്ന് പറയുന്നത് കേട്ട് ഒലിപ്പിക്കുന്നത് കേട്ട് അവരുടെ പിന്നാലെ പോയാലുണ്ടല്ലോ, അവസാനം നോക്കാനായിട്ട് ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുന്നു. ഇതെങ്ങനെയൊക്കെയാണോ ഒരു സ്വന്തം അമ്മയോട് സംസാരിക്കുന്നത്? രാജീവൻ പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഖിയും ചോദിക്കുന്നുണ്ട്, എന്താ കൊച്ചേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള സംസ്കാരമേ ഉള്ളൂ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കും, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയട്ടോ ചെയ്യുന്നത്. അമ്മ പറയാതെ ഇവിടെ നിന്ന് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നും അമ്മ ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ അമ്മയെ ഞങ്ങൾ കൊണ്ടുപോകുമെന്നും രാജീവൻ തീർത്ത് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ സമ്മതമില്ലാതെ അമ്മ ഇവിടെ നിന്ന് വരുമെന്ന് ഞാനൊന്ന് കാണട്ടെ, തള്ളേ നിങ്ങളെങ്ങാനും പോയാലുണ്ടല്ലോ എൻ്റെ തനിക്കോണം നിങ്ങൾ നല്ലതുപോലെ അറിയും, എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയും. നിങ്ങൾ ആരെയാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്? നിങ്ങൾ ജയിലറാണെങ്കിൽ അങ്ങ് ജയിലിൽ പോയി കാണിച്ചാൽ മതിയൊന്നും ഇവിടെ കാണിക്കേണ്ടെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത് രാജീവൻ. പിന്നീടാണെങ്കിൽ രാഖിയോട് ലളിതാമ്മ അതിൻ്റെ ഉള്ളിൽ പേപ്പറുകളുണ്ട്, അതൊന്ന് തപ്പിയെടുക്കാനായിട്ട് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാഖി അലമാര തുറന്ന് തപ്പുന്ന സമയത്ത് ജയരാമൻ വന്നിട്ട് രാഖിയെ പിടിച്ചു മാറ്റുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവന് മനസ്സിലാവുന്നുണ്ട് ആ അലമാരിയിൽ നമ്മൾ അറിയേണ്ടാത്തതായിട്ട് എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം രാഖിയെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ജയരാമൻ വലിച്ച് മാറ്റുക കേട്ടോ രാഖി. എന്നിട്ട് പറയുന്നു, ഈ അലമാര നീ തുറക്കണ്ട, നീ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നത്? അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ രണ്ട് ആമക്കൾ ഇവിടെ ഉള്ളപ്പം നീ കൂടുതൽ അധികാരമൊന്നും കാണിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ലളിതാമ്മ പറയുന്നുണ്ട്, അവൾ നോക്കട്ടെ, നിനക്ക് എന്താണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അമ്മ മിണ്ടാതിരുന്നോ, രാജേന്ദ്രൻ എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ അമ്മയെ ശരിയാക്കി കളയും എന്നെ, അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അമ്മ ഇരിക്കാൻ നോക്കുന്നതൊക്കെ ജയരാമൻ പറയട്ടോ ചെയ്യുന്നത്. അത് അപ്പോഴത്തേക്ക് രാജീവന് കാര്യം പിടികിട്ടുന്നുണ്ട്. രാജീവൻ വന്ന് രാഖിയോട് പറയുന്നുണ്ട്, ഈ അലമാര തുറക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അലമാരയിൽ നമ്മൾ കാണാൻ പാടില്ലാത്ത എന്തോ ഒരു സംഗതി ഉണ്ട് രാഖി, അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം നമ്മളെ ഇത് തുറക്കാനായിട്ട് സമ്മതിപ്പിക്കാതെ പിന്തിരിപ്പിക്കുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ജയരാമൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണം വരികട്ടോ ചെയ്യുന്നത്. ജയരാമൻ പിടി കൊടുക്കാതെ അങ്ങ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഞാനത് കണ്ടുപിടിക്കുമെന്ന് രാജീവൻ ഉറച്ചങ്ങ് വിശ്വസിക്കുകട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പിന്നീട് രാജേന്ദ്രൻ തിരികെ വരിക കേട്ടോ. എന്നിട്ട് രാജേന്ദ്രൻ പറയുന്നുണ്ട് ജയരാമൻ്റെ അടുക്കെ, ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിലാക്കി എന്നുള്ള വിവരം ആരും അറിയാനായിട്ട് പാടില്ല, അത് നമ്മൾ ഈ സ്വത്തുക്കളൊന്നും ആർക്കും ഇനി വിട്ടുകൊടുക്കാനും പാടില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജയരാമൻ പറയുന്നുണ്ട്, അമ്മ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്നെ വേണോ രാജ നമ്മൾ ഈ സ്വത്തിൻ്റെ പേരിലുള്ള കടുപിടി എന്ന് പറയുമ്പോൾ രാഖിക്കിനി ഇതിൽ നിന്നൊരു തുണ്ട് ഭൂമി കൊടുക്കില്ല, നമ്മുടെ പേരിൽ തന്നെ എല്ലാ സ്വത്തുക്കളും ആക്കണമെന്ന് പറയും, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നേരെ രാജേന്ദ്രൻ ലളിതാമ്മയുടെ അടുക്ക് ചെന്നിട്ട് പറയും, നിങ്ങൾ ഈ പേപ്പറിൽ മര്യാദയ്ക്ക് ഒപ്പിടുന്നുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. എൻ്റെ പെൺമക്കളോടും കൂടെ ആലോചിക്കാതെ ഞാൻ ഇതിലൊന്നും ഒപ്പിടാനായിട്ട് പോകുന്നില്ല എന്ന് ലളിതാമ്മ തുറന്നടിക്കുക കേട്ടോ ചെയ്യുന്നത് രാജേന്ദ്രനോട്. ഇതേ തള്ളേ, നിങ്ങൾ കൂടുതൽ കളിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കറിയും കൊന്നു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് നേരെ കൊങ്ങാക്കി പിടിക്കാനായിട്ട് കൈ ഓങ്ങി ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. നീ എന്നെ കൊന്നാലും ഇവിടെ ഇട്ട് കത്തിച്ചാലും ഞാൻ ഇതിലൊന്നും ഒപ്പിടത്തില്ല എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജയരാമൻ വന്ന് പറയുന്നുണ്ട്, അതേ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട, അമ്മയെ ഉപദ്രവിക്കാതെ നീ മാറി നിൽക്കുന്നു പറഞ്ഞ് രാജേന്ദ്രനെ പിടിച്ചു മാറ്റുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ലളിതാമ്മ അവിടെ നിന്ന് പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും രാഖിയെ വിവരം അറിയിക്കണമെന്നും രാജേന്ദ്രൻ ചതിയനാണെന്നും ജാരതി പറഞ്ഞതെല്ലാം സത്യമാണെന്നും ലളിതാമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു.